ഇന്ത്യയിലെ ഗംഗയും ബ്രഹ്മപുത്രയും, കേരളത്തിലെ പെരിയാറും ഭാരതപ്പുഴയും, ലോകത്തിലെ ആയിരക്കണക്കിന് നദികൾ പകലും രാത്രിയും നിർത്താതെ വെള്ളം കൊണ്ടുപോകുന്നത് എവിടേക്കാണ്? കടലിലേക്ക്. പക്ഷേ ഒരു ചോദ്യം, ലക്ഷക്കണക്കിന് വർഷങ്ങളായി നദികൾ കടലിലേക്ക് വെള്ളം ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും കോടിക്കണക്കിന് ടൺ മഴവെള്ളവും കടലിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ കടൽ ഇതുവരെ നിറഞ്ഞ് കരകവിഞ്ഞു പോകാത്തത് എന്തുകൊണ്ടായിരിക്കും? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഭൂമിയിലെ ഏറ്റവും വലിയ പ്രകൃതി സംവിധാനങ്ങളിൽ ഒന്നിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ആദ്യം ഒരു ചെറിയ പരീക്ഷണം നോക്കാം. ഒരു ബക്കറ്റ് എടുത്ത് അതിലേക്ക് തുടർച്ചയായി വെള്ളമൊഴിച്ചാൽ എന്ത് സംഭവിക്കും? കുറച്ച് സമയത്തിനുള്ളിൽ ബക്കറ്റ് നിറയും, ശേഷം വെള്ളം പുറത്തേക്ക് ഒഴുകും. ഇത് വളരെ സാധാരണമാണ്. അപ്പോൾ കടലൊരു ഭീമൻ ബക്കറ്റ് ആണെങ്കിൽ അതും ഇതുപോലെ നിറയേണ്ടതല്ലേ? പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല. കാരണം കടലിലേക്ക് വെള്ളം വരുന്നത് പോലെ കടലിൽ നിന്ന് വെള്ളം പുറത്തേക്കും പോകുന്നുണ്ട്. പക്ഷേ നമുക്കത് നേരിട്ട് കാണാൻ കഴിയില്ല എന്ന് മാത്രം. ഇവിടെയാണ് പ്രകൃതിയുടെ അത്ഭുതകരമായ ഒരു ചക്രം പ്രവർത്തിക്കുന്നത്, ജലചക്രം. സൂര്യൻ കടലിൻ്റെ ഉപരിതലത്തെ ചൂടാക്കുന്നു. ആ ചൂട് കാരണം കടൽ വെള്ളത്തിൻ്റെ ഒരു വലിയ ഭാഗം പതുക്കെ നീരാവിയായി മാറുന്നു. ഇത് ദിവസവും നടക്കുന്നു, നിമിഷം തോറും നടക്കുന്നു. ലോകമെമ്പാടുമുള്ള സമുദ്രങ്ങളിൽ നിന്ന് അസംഖ്യം ലിറ്റർ വെള്ളമാണ് ആകാശത്തിലേക്ക് ഉയരുന്നത്. ഇവിടെ ഒരു രസകരമായ കാര്യമുണ്ട്. ഇവിടെ ഉയരുന്ന കടൽ വെള്ളത്തിലെ ഉപ്പ് വെള്ളത്തോടൊപ്പം മുകളിലേക്ക് പോകുന്നില്ല. അതുകൊണ്ടാണ് മഴവെള്ളം നമുക്ക് സാധാരണ വെള്ളമായി തോന്നുന്നത്. ഈ നീരാവി പിന്നീട് മേഘങ്ങളായി മാറുന്നു. കാറ്റ് ആ മേഘങ്ങളെ ഭൂമിയുടെ പല ഭാഗങ്ങളിലേക്കും കൊണ്ടുപോകുന്നു. അവിടെ മഴയായി പെയ്യുന്നു. മഴവെള്ളം പർവ്വതങ്ങളിലേക്കും കാടുകളിലേക്കും വയലുകളിലേക്കും വീഴുന്നു. അവയിൽ ഒരു ഭാഗം വീണ്ടും നദികളിലൂടെ കടലിലേക്ക് മടങ്ങുന്നു. അങ്ങനെ വെള്ളം ഒരു വലിയ വൃത്തയാത്ര നടത്തുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നാം, പക്ഷേ നദികൾ കൊണ്ടുവരുന്ന വെള്ളം കൂടുതലാണെങ്കിലോ? അവിടെയാണ് മറ്റൊരു രഹസ്യം. ഭൂമിയിലെ മൊത്തം ബാഷ്പീകരണത്തിൻ്റെ ഏകദേശം ഭൂരിഭാഗവും സമുദ്രങ്ങളിൽ നിന്നാണ് നടക്കുന്നത്. അതായത് കടലിലേക്ക് എത്തുന്ന വെള്ളവും കടലിൽ നിന്ന് ആകാശത്തിലേക്ക് പോകുന്ന വെള്ളവും ഒരു വലിയ സന്തുലിതാവസ്ഥയിൽ നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് കടൽ സ്ഥിരമായി നിറഞ്ഞു പോകാത്തത്. പക്ഷേ കടലിൻ്റെ ജലനിരപ്പ് ഒരിക്കലും മാറില്ലേ? മാറും. ഹിമാനികൾ അഥവാ മഞ്ഞുമലകൾ ഉരുകുമ്പോഴും കാലാവസ്ഥാ വ്യതിയാനമുണ്ടാകുമ്പോഴും സമുദ്രനിരപ്പ് ഉയരാം. അതുകൊണ്ടാണ് ഇന്ന് ലോകത്തിൻ്റെ പല തീരപ്രദേശങ്ങളും ആശങ്കയിലാകുന്നത്. എന്നാൽ അത് പതുക്കെയുള്ള മാറ്റമാണ്. നദികൾ വെള്ളം കൊണ്ടുവരുന്നതിനാൽ മാത്രം കടൽ കരകവിഞ്ഞു പോകുന്നില്ല. ഇനി മറ്റൊരു കൗതുകകരമായ കാര്യം, ഭൂമിയിലെ എല്ലാ നദികളും ഒറ്റയടിക്ക് ഒരു ദിവസം കടലിലേക്ക് ഒഴുകുന്നത് നിർത്തിയാൽ എന്ത് സംഭവിക്കും? കാലക്രമേണ കടലിലെ വെള്ളം ബാഷ്പീകരണം മൂലം കുറയാൻ തുടങ്ങും. അതായത് നദികളും കടലും പരസ്പരം ആശ്രയിച്ചിരിക്കുന്ന ഒരു വലിയ പ്രകൃതി സംവിധാനത്തിന്റെ ഭാഗങ്ങളാണ്. അടുത്ത തവണ നിങ്ങൾ കടൽ തീരത്ത് നിൽക്കുമ്പോൾ അവിടെ കാണുന്ന ഓരോ തിരമാലകൾക്കും ഒരു കഥ പറയാനുണ്ട്. ഹിമാലയത്തിൽ പെയ്ത മഴയുടെ കഥ, ഒരു നദിയിലൂടെ സഞ്ചരിച്ച വെള്ളത്തിന്റെ കഥ, ആകാശത്തേക്ക് ഉയർന്ന് മേഘമായ കഥ, വീണ്ടും മഴയായി ഭൂമിയിലേക്ക് തിരിച്ചെത്തിയ കഥ. അതുകൊണ്ടാണ് ലക്ഷക്കണക്കിന് നദികൾ ദിവസവും കടലിലേക്ക് ഒഴുകിയിട്ടും കടലൊരിക്കലും നിറഞ്ഞ് കരകവിഞ്ഞു പോകാത്തത്. കാരണം പ്രകൃതി കോടിക്കണക്കിന് വർഷങ്ങളായി പ്രവർത്തിപ്പിക്കുന്ന ഒരു അത്ഭുതകരമായ റീസൈക്ലിംഗ് സിസ്റ്റം ഭൂമിയിലുണ്ട്. അതിൻ്റെ പേരാണ് ജലചക്രം. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും ശ്രമിക്കുക. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്